പല്ലശന ദേശക്കാർ ഓണം തല്ലി ആഘോഷിച്ചതോടെ ഓണാഘോഷ പരിപാടികൾ സമാപിച്ചു. നാടുവാഴിയെ ചതിച്ചു കൊന്നതിനെതിരെ ദേശക്കാർ യുദ്ധകാഹളം മുഴക്കിയതിന്റെ സ്മരണ പുതുക്കുന്നതാണ് രണോത്സവമായ പല്ലശനയിലെ ഓണത്തല്ല്. ഇന്നലെ തിരുവോണ ദിവസം ഇതര സമുദായക്കാരുടെ ഓണത്തല്ല് നടത്തിയിരുന്നു. തല്ല് പറമ്പിലായിരുന്നു തല്ല് നടത്തിയെങ്കിൽ ഇന്ന് അവിട്ടം ദിനത്തിൽ നായർ സമുദായത്തിന്റെ തല്ലാണ്. എന്തായാലും ചരിത്രവും എല്ലാം ഉണ്ടെങ്കിൽ പോലും ഇത് സൗഹൃദത്തിന്റെ തല്ല് കൂടിയാണ് എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഇതിന്റെ ഐതിഹ്യങ്ങൾ എങ്ങനെയാണ്? ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ പുറപ്പെട്ടു വരുന്നത് തോട്ടക്കര ചെറുവീട്ടിൽ നിന്ന് വന്നു. അതായത് മൂലസ്ഥാനം, വേട്ടക്കരവൻ്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത് തോട്ടക്കര ചെറുവീടാണ്. അവിടുന്ന് അമ്പലം കെട്ടുന്നതിന് മുമ്പ് പിന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു, പിന്നീട് അമ്പലത്തിൽ കൊണ്ടുപോയി വെച്ചു. അങ്ങനെയാണ്. അപ്പോൾ അത് കാരണം അവിട്ടത്തല്ലിന് പുറപ്പെടുന്നത് തോട്ടക്കര ചെറുവീട്ടിൽ നിന്ന് പുറപ്പെട്ട് പാലഞ്ചേരി വീട്ടിലെത്തി ഇവിടുന്ന് ഭസ്മക്കുറി തൊട്ട് പിന്നെയാണ് തല്ലിന് വേണ്ടി കച്ച കെട്ടി തല്ലിനായിട്ട് പുറപ്പെടുന്നത്. ചരിത്രം ഈ രണ്ട് തല്ലിന്റെ ചരിത്രം ഒന്ന് തന്നെ. തിരുവോണത്തിന് നടക്കുന്നു, വേറൊന്ന് അവിട്ടത്തിന് നടക്കുന്നു. പണ്ടുകാലം മുതലേ ഈ രണ്ടായിട്ട് തന്നെയാണ്. ഞങ്ങളുടെയൊക്കെ ഓർമ്മയിൽ അങ്ങനെ. ഇതിപ്പോ നമ്മൾ ഏത് വിദേശത്തെ രാജ്യം പോലും ഈ തല്ല് നടക്കുമ്പോൾ എല്ലാവരും ഇവിടെ എത്തും. അതെ, എല്ലാവരും ഈ സമയത്ത് ഇറങ്ങിയെത്തും. എല്ലാവരും പലരും ലീവിന് വന്നിട്ടുണ്ട്. നല്ലൊരു ആവേശമാണ്. അത് നമ്മുടെ ആവേശം മാത്രമല്ല, അനുഗ്രഹമാണ്. നമുക്ക് ഏറ്റവും വലിയ വിശ്വാസവും ചരിത്രവും ഒപ്പം തന്നെ അനുഗ്രഹമാണ്. ഒരു വർഷത്തിൽ ഒരു ദിവസം വന്നിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. അതും ദുബായിലാണ്. തീർച്ചയായിട്ടും എല്ലാവരും നമ്മൾ ഇതിന്റെ ചരിത്രം കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും നാലും കൂട്ടി മുറുക്കിയിട്ടാണ് ഇതിനെ ഇറങ്ങുക. അതാ സൗണ്ട് എന്ന് പറയുമ്പോൾ നല്ല ഉറപ്പുള്ള സൗണ്ട് വരാൻ വേണ്ടി, ശബ്ദം അടയ്ക്കാതിരിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവരും ഭസ്മക്കുറിയെല്ലാം തൊട്ട് ഈ വീട്ടിൽ നിന്നും ഇനി അവർ പുറപ്പെടാനുള്ള സമയം ഏകദേശം ആയിരിക്കുന്നു. എന്തായാലും അതിന്റെ തല്ലുന്ന മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. തിരുവോണനാളിൽ തല്ലുമന്നത്ത വിവിധ സമുദായക്കാരും അവിട്ടം ദിവസം വേട്ടിക്കരുമകൻ ക്ഷേത്ര പരിസരത്ത് നായർ സമുദായക്കാരും ഓണത്തല്ല് ആഘോഷിച്ചു. സാമൂതിരിയുടെ സാമന്തനായിരുന്ന പല്ലശന കുറൂർ നമ്പിടിയെ യുദ്ധത്തിൽ അയൽനാടുവഴിയായ കുതിരവട്ടത്ത് നായർ ചതിച്ചു കൊന്നതറിഞ്ഞ് പ്രതികാരം ചെയ്യാൻ പല്ലശനക്കാർ ഒത്തുകൂടി കുതിരവട്ടത്ത് നായർക്കെതിരെ യുദ്ധം ചെയ്തു. നാടുവാഴിയെ നഷ്ടപ്പെട്ട ദേശവാസികൾ ശത്രുവിനെ പോർവിളിച്ചതിന്റെ സ്മരണ നിലനിർത്തുന്നതിനാണ് ഇന്നും ഓണത്തല്ല് നടത്തുന്നത്. രണോത്സവമായ ഓണത്തല്ലിന്റെ ഒരുക്കം യുദ്ധത്തിന്റെ മുറപ്രകാരമാണ്. കുളിച്ച് ഭസ്മം അണിഞ്ഞ് പോരാളികൾ ഭക്ഷണം കഴിച്ച് നാലും കുട്ടിമുറുക്കി വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങും. ദേശക്കാർ ഒത്തുചേർന്ന് യുദ്ധകാഹളത്തെ അനുസ്മരിക്കും വിധം ആർപ്പുവിളികളുമായി തല്ലുകേന്ദ്രത്തിലേക്ക് നീങ്ങും. അവിട്ടനാൾ നായർ സമുദായക്കാർ വേട്ടിക്കരുമകൻ ക്ഷേത്ര പരിസരത്ത് ഓണത്തല്ല് ആഘോഷിച്ചു.
അവിട്ടത്തല്ലിൽ നായർ സമുദായക്കാർ ഭസ്മക്കുറി അണിഞ്ഞ പോർവിളിയും ആർപ്പുവിളിയും നടത്തി കിഴക്ക് പടിഞ്ഞാറ് മുറിദേശക്കാർ വേട്ടിക്കരിമകൻ ക്ഷേത്രത്തിലെത്തും. ക്ഷേത്രത്തിൽ നിന്നും പുണ്യാഹവെള്ളം തെളിക്കുന്നതോടെ വിധിപ്രകാരം 3 തവണ നിരയോട്ടം നടക്കും. ഇതിനുശേഷം കാരണവന്മാർ സമപ്രായക്കാരായ തല്ലുകൊള്ളുന്നവരെ കൈയുയർത്തി നിർത്തിയ ശേഷം ഓരോരുത്തരായി എതിരാളിയുടെ മുതുകിൽ തല്ലി. തല്ലിനു ശേഷം ധൂയ് ധൂയ് എന്ന ആർപ്പുവിളികളോടെ സമീപത്തെ കുളത്തിൽ കുളിച്ച് അടുത്ത ഓണത്തല്ലിന് കാണാമെന്ന ഉപചാരം ചൊല്ലി പിരിഞ്ഞു. അന്യദേശങ്ങളിലും അന്യസംസ്ഥാനങ്ങളിലും തൊഴിൽ തേടിപ്പോയ പല്ലശനക്കാർ ഓണത്തല്ലിന് നാട്ടിലെത്തും. ആചാരവും ആഘോഷവും എന്നതിലുപരി സൗഹൃദ കൂട്ടായ്മയാണ് പല്ലശനക്കാരുടെ ഓണക്കാലവും ഓണത്തല്ലും. ചരിത്രവും ഐതിഹ്യവും സൗഹൃദവും നിറഞ്ഞ ഓണത്തല്ല് ഈ വർഷത്തെ ഇവിടെ പൂർത്തിയാകുമ്പോൾ അടുത്ത വർഷത്തെ ഓണത്തല്ലിനായുള്ള കാത്തിരിപ്പാണ് ഇനി പല്ലശനക്കാർക്ക്. ക്യാമറമാൻ അനൂപ് വി പുല്ലമ്പാടത്തിനൊപ്പം റിപ്പോർട്ടർ ദിനേശ് മോഹൻ, UTV ന്യൂസ്, പാലക്കാട്.